ഇത് വിനോദ്. സിമന്റിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ബഹുമുഖ പ്രതിഭ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലിയിൽ കോട്ടപ്പുറത്ത് വീട്ടിൽ സുകുമാരൻ്റെയും സുശീലയുടെയും മകനാണ് വിനോദ്. ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും തൻ്റെ കരവിരുത് തെളിയിച്ചിട്ടുണ്ട്. SSLC വിദ്യാഭ്യാസത്തിന് ശേഷം ഹരിപ്പാട് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ ചിത്രരചന പഠിച്ചു. എന്നാൽ പ്രതിമാ നിർമ്മാണം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല. 2010 വിദേശത്ത് ജോലിക്ക് പോയി. 5 വർഷക്കാലം കുവൈറ്റിൽ ജോലി ചെയ്തു. നമസ്കാരം സാറേ. ഒരു ഗാന്ധി ശില്പത്തിന്റെ നിർമ്മാണത്തിലിരിക്കുക. ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷൻ ഒരു ഗാന്ധി സ്ക്വയർ പണിയുന്നുണ്ട്. അവിടത്തേക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. അതെ, ഇല്ല, അത് മണല് ചരലിട്ടാ ചെയ്യുന്നത്, എംസാൻഡ് അല്ല. ചരല്, മണല്, സിമെന്റ്, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ സ്കെൽട്ടൺ ചെയ്യുന്ന പറഞ്ഞാല് കമ്പി, നെറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ അല്ലാതെ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ. മണ്ണാറശാല നമ്മുടെ ഹരിപ്പാട് ബ്ലോക്കിലേക്ക്, കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലേക്ക്, പിന്നെ നമ്മുടെ കൊല്ലത്തൊരു സ്കൂളിലേക്ക്, പിന്നെ അല്ലാതെ കുറെ പാർട്ടിക്കാർക്ക് വേണ്ടിയൊക്കെ അങ്ങനെയുള്ള സ്കൾപ്ചറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ വർക്കുണ്ടോ? ക്ഷേത്രങ്ങളിലെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ അകത്തേക്കുള്ള ശില്പങ്ങളല്ല, പുറത്തുള്ള ഈ ദ്വാരപാലികമാര്, അങ്ങനെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വെളിയിലുള്ള അവരുടെ ഗോപുരത്തിന് വെക്കുന്ന ശില്പങ്ങള്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇല്ല, കൂടുതൽ ഈ ക്ഷേത്രങ്ങളുടെ ഈ ഭിത്തിക്കൊക്കെ ആയിരിക്കും കൂടുതലും ചെയ്യേണ്ടി വരുന്നത്. അതെന്നേരം നമ്മളെ ക്ഷേത്രത്തിലൊക്കെ പോയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഗാന്ധി ശില്പങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാ ചെയ്യുന്നത്. അത് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അവരെടുത്തോണ്ട് പോവുക. വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളു ഇവിടെ. ഞാനും ഭാര്യയും മോനുമേ ഉള്ളു. അവര് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ മോച്ചാറുണ്ടെങ്കിൽ മോൻ എന്നെക്കാളും വലിയൊരു കലാകാരനാണ്. അവനാണെങ്കിൽ സ്കൾപ്ചറിനൊക്കെ സബ് ജില്ല വരെ, അവനിപ്പോൾ 7ാം ക്ലാസ് ആയതുകൊണ്ട് സബ് ജില്ല വരെ ഉള്ളു. അപ്പോൾ സബ് ജില്ല വരെ ഫസ്റ്റ് ആവും പുള്ളിക്ക് ഈ സ്കൾപ്ചർ ഉണ്ടാക്കുന്നതിന്. അവനും പടവും വരയ്ക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ നടത്തുന്ന ആള്. അവന് ചിങ്ങോലി ചൂരവള UP സ്കൂളിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കും. ഇല്ല, പുള്ളിക്കാരത്തി നേരത്തെ ഈ +2 വരെയുള്ള പിള്ളേർക്ക് ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോനൊക്കെ ആയതിനു ശേഷം ഇപ്പം മോന്റെ എന്റെ കാര്യം നോക്കി ഇങ്ങനെ വീട്ടിലിങ്ങനെ വീട്ടമ്മയായിട്ട് കഴിയുക. പിന്നെ ഇടയ്ക്ക് എന്നെ സഹായിക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളു. ഈ ഒരു വർക്ക് ചെയ്തു തീർക്കുമ്പോഴേ എത്ര ദിവസം ചെയ്തു തീർക്കാൻ? ഇത് ഞാനിപ്പോ ഏകദേശം ഒരു 8 ദിവസത്തോളമായി തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ നമുക്കിത് ഒരുപാട് കനത്തെ വാരി അങ്ങ് വെക്കാൻ പറ്റത്തില്ല, ഇത് നടന്നു പോകും. അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ചിലപ്പം ഇതേ കണ്ടില്ല, ഇപ്പൊ തന്നെ നമ്മള് ഇത്രയും സാധനം അതിനകത്ത് എടുത്തിരിക്കുന്നു. ഇത് തന്നെ ചിലപ്പം 1, 2, 3 മണിക്കൂർ ചെയ്യാനുള്ള സാധനമുണ്ട്. കാരണം ഇതിന്റെ ഡീറ്റെയിൽസുകൾ ചെയ്തു വരുമ്പോൾ നമുക്ക് സാധനത്തിന്റെ ക്വാണ്ടിറ്റിക്കകത്തല്ല, അതിന്റെ നമ്മൾ വർക്കിന്റെ ക്വാളിറ്റിക്കകത്താണ് കൂടുതൽ നമ്മൾ ഇത് വരുന്നത്, ഇമ്പോർട്ടന്റ് വരുന്നത്. അപ്പൊ നമുക്ക് സാധനം, കാരണം ഇത് ചെറിയ ടൂളുകൾ, ഇതിലും ചെറിയ കുഞ്ഞു ടൂള്. അല്ല, ഞാൻ കുറച്ച് നാള് കുവൈറ്റിലായിരുന്നു. അവിടെ അറബി വീടുകളിലൊക്കെ എനിക്കിതുപോലെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഈ ഡിസൈൻ വർക്കുകളൊക്കെ. ഞാൻ വരയ്ക്കാനായിട്ടാണ് ഗൾഫിൽ പോയത്. എനിക്ക് ചിത്രം വര അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അറിയാം. ഞാൻ അതൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് എന്നെ പഠിപ്പിച്ച ഗുരു തന്നെ, ഞാനും എന്റെ ആശാനും കൂടെ ഗൾഫിന് പോകുന്നത്. അപ്പൊ വരയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം വരയുടെ ഒരു രീതി മാറിയിട്ട് അവർക്ക് കൂടുതലും താല്പര്യം
റിലീഫ് വർക്കുകൾ, അതായത് ഭിത്തിക്കൂന്ന് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ അവർക്ക് താല്പര്യം. അപ്പൊ പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലോട്ട് പോയി. ഇതിനെനിക്ക് ആശാന്മാരാരുമില്ല, ഈ സ്കൾപ്ചർ വർക്കിനെ അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് കുറച്ച് ടൂൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും വന്ന്. ഇവിടെ മേടിക്കാൻ കിട്ടും ടൂൾസൊക്കെ. ഇവിടെ അത്രയും ക്വാളിറ്റി ഇല്ല. ഇവിടെ ടൂൾസുകൾ കിട്ടും, പക്ഷെ നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന അത്രയും ഒരു ക്വാളിറ്റി കുറവാ. ഇത് നിർമ്മാണം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ. വിനോദിന്റെ കുടുംബത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം. വിനോദിന്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു വീട്ടമ്മയാണ്. മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി ജ്യോതി നാരായൺ. വിനോദ് കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ പണിത പ്രതിമയാണ് ഈ കാണുന്നത്. മഹാത്മാഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലും ഇതുപോലെ മഹാത്മാഗാന്ധിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ വിനോദ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് വിനോദ് നിർമ്മിച്ച മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ. ഈ കാണുന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ പള്ളിപ്പാട് പൊയ്യക്കര ജംഗ്ഷന് വടക്കുവശം സ്ഥാപിച്ചിരിക്കുന്നതാണ്. വിനോദ് വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് സിമന്റിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ബുദ്ധന്റെയും ഗണപതിയുടെയും ഒക്കെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്.